രാവിലെ 8 മണിക്ക് പണിക്കാരെ കൊണ്ട് ഞാൻ നിങ്ങളുടെ വീടിന് മുമ്പിലുണ്ടാവും, ഉറപ്പ്. അതെ, ഞങ്ങൾ തിരുവനന്തപുരം ഇവിടെ അടുത്ത് കളഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വീട് വാങ്ങി. ഇവിടെ ഇവിടെ താഴത്ത് പുരുഷേട്ടൻ്റെ വീട്. മഴ എങ്ങനെ പെയ്യുന്നുണ്ട്, ചെറിയ കുറച്ച് പണിയൊക്കെ പണിക്കാരോ പണിക്കാരാണോ? നമ്മളെ പണി അതല്ലേ, പണിക്കാരെ സപ്ലൈ ചെയ്യുന്നത്. അതായത് എന്താ പണി അറിയാം? അതായത് നമ്മളെ പിന്നെ 2 ചിമ്മിനിൻ്റെ അവിടെ കുറച്ച് വെള്ളം വരുന്നുണ്ട്, ലീക്ക്. പിന്നെ ബാത്റൂമിന്റെ ടൈൽ 2 ഇളകിപ്പോയി. പിന്നെ അന്നൊന്നും അതിൽ ചെയ്യരുത്. കുറച്ച് എണ്ണടച്ചിട്ട് പിന്നെ മുറ്റത്ത് കുറച്ച് പണി. പരിപാടിക്ക് വരാനുള്ള ഒരു 10 ചെറിയ 12 വെച്ച് കെട്ടുമ്പോൾ കുറച്ച് വൃത്തിയാണല്ലോ. കുറച്ചുകൂടി കുറച്ച് പണി ഉണ്ടാവും. കുറച്ച് തിരക്കാണ്. പക്ഷെ നിങ്ങളിപ്പോൾ പുതിയ ആളല്ലേ, നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളോട് ഒരു പണി പറയുന്നത് നമ്മൾ ചെയ്തു തന്നില്ലെങ്കിൽ മോശമല്ലേ? ചെയ്താൽ വലിയ നമ്മളെ കാണാരായിട്ടെ വീട്ടിൽ നാളെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു. രാത്രി കിടന്നുറങ്ങുന്നവരൊക്കെ വെള്ളം ഇങ്ങനെ ഇട്ടില്ല, മൂക്കിലും വായാലും ഒക്കെ വെള്ളം ഇങ്ങനെ പോയിട്ട് ഞാനാ ശരിയായി കൊടുത്തത്. ലീക്ക് ഒക്കെ 3 കൊല്ലമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം. ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ തന്നെ നമ്മളെ പണിക്കാരെ നാളെ വരാം. ഇല്ല നാളെ രാവിലെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ശരി. നിങ്ങൾ പിന്നെ പൈസ ഉണ്ടോ കയ്യിൽ? ഒരു 5 രൂപ. അല്ല, നമ്മൾ നാളെ പണിക്കാരെയും കൊണ്ട് അവിടെ വരണ്ടല്ലേ, ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് വരണ്ടല്ലേ? എൻ്റെ ഇപ്പോ ഇത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 3500 ഉണ്ട്. തൽക്കാലം ഇങ്ങനെ 2 പിടിച്ചോളി. 2 പിടിച്ചോളി. ഒരു കാര്യം ചെയ്യും, സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ അവിടെ നമ്മളെ കണാരോട്ടൻ്റെ കൂടി ഒന്ന് വാങ്ങിക്കോളൂ. ഇതിന്റെ അപ്പുറത്തുള്ള പേര് പറഞ്ഞത് ഞാൻ നാളെ രാവിലെ. നിങ്ങളുടെ പേരെന്തേ? എൻ്റെ പേര് ഗണേശൻ. നിങ്ങളുടെ നമ്പർ എന്ത്? നമ്പർ പറയാം. 8281 ശരി, നമുക്ക് രാവിലെ കാണാം. ഗണേശൻ. രാവിലെ കാണാം കേട്ടോ. ആയിക്കോട്ടെ, എന്നാ ശരിയാ. ശരി. ഒരു കാഴ്ച അല്ല, എവിടെ കണ്ടില്ലല്ലോ. ഞങ്ങൾ തിരുവനന്തപുരം നമ്മള് ഇറക്കില്ല. പക്ഷേ അപ്പുറത്ത് ഇങ്ങളാണത് വാങ്ങിയതില്ലേ? വിറ്റതൊക്കെ കേട്ടില്ല. അത് ശരിയാ. ഞായറാഴ്ച പോയിട്ടില്ല. അത് ശരി. സ്ഥലം ഞങ്ങളെ അവിടെ കുറച്ച് ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പണിക്കാരെ അന്വേഷിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോ തന്നെ ബൈക്കിൽ നല്ലൊരു കോണ്ടക്ട് തന്നെ കണ്ട്. നല്ലൊരു മനുഷ്യൻ. പേര് ഗണേശൻ. കിട്ടിയേ നല്ല മനുഷ്യൻ. നല്ല മനുഷ്യനാണ്. അല്ല, ഹോട്ടലിൽ പൈസ കുറെ പറഞ്ഞത് ഞാൻ പിന്നെ 7000 പറഞ്ഞു. അതിന്റെ കയ്യിൽ 3-5 രൂപ ഉണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ തന്നെ ആളെ കൊണ്ടുവരും. 2 ദിവസം പണി ചെയ്യും. പൈസ വായിച്ചാലും തന്നെയല്ല പണി. ഞാൻ 30 പണി താവുന്നോട് പറഞ്ഞേ. അത് പണി തന്നെയാണ്. പൈസ വാങ്ങുക, മുങ്ങി അടക്കുക, അത് തന്നെയാണ് പണി. നമ്പറൊക്കെ തന്നുള്ളൂ. നമ്പർ തന്നിട്ടുണ്ടോ? പിന്നെ അത് ആദ്യം വായിച്ചാൽ ആ നമ്പർ ഉണ്ടാവില്ല. ഞങ്ങൾ പെട്ടിട്ടുള്ളത്. അപ്പൊ നീ ലീക്ക് പറഞ്ഞാൽ ഞാൻ വേറെ ആളെ കൊണ്ടുപോയി. അതപ്പോ അങ്ങനെ ലീക്ക് പോയത് തന്നെയാണ്. രാവിലെ 8 മണിക്ക് പണിക്കാരെ കൊണ്ട് ഞാൻ നിങ്ങളുടെ വീടിന് മുമ്പിലുണ്ടാവും, ഉറപ്പ്.